കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ദൈവസന്നിധിയിൽ ദൈവസ്നേഹത്തെക്കുറിച്ചെല്ലാം കേട്ടു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നു. യോഹന്നാൻ്റെ ലേഖനം 4:19 പറയുന്നു. അതുപോലെ ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. എന്നാൽ അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ആ സാക്ഷികളുടെ ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരനുഭവിച്ച പീഡനങ്ങൾ, കഷ്ടതകൾ, പട്ടിണി, ഇതെല്ലാം അവരനുഭവിച്ചിട്ടും നമുക്ക് വേണ്ടി ദൈവം നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. നമ്മൾ അതിന് അർഹരാണോ? ആ രീതിയിലാണോ നമ്മുടെ ജീവിതം? ഇസ്രായേൽ ജനം, അവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുത്തു അല്ലേ ദൈവം, ദൂതന്മാരുടെ ഭക്ഷണം കൊടുത്തു. പക്ഷെ അതിനെ അവർ വിലകെട്ടതായിട്ട് പറഞ്ഞു. ഈ വിലകെട്ട ഭക്ഷണം കഴിച്ച് ഞങ്ങൾ മടുപ്പായി. ഇന്നത്തെ നമ്മളുടെ അവസ്ഥ അത് തന്നെ. നമുക്കും ഈ ക്രിസ്ത്യാനി എന്നുള്ള ആ ജീവിതത്തോട് ഒരു മടുപ്പ്. അതുകൊണ്ട് തന്നെ ദൈവവഴിയിൽ നമുക്ക് നടക്കുവാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനും പാസ്റ്ററും സിജോസവനും ഒരു ചെറിയ നെൽസൺ സഹോദരനുമായിട്ട് നമ്മുടെ ഒരു വിശ്വാസത്തിലായിരുന്ന ഒരു സഹോദരൻ്റെ ഭവനത്തിൽ പോകാനിടയായി. യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് വളരെയധികം തീക്ഷ്ണതയോടെ നിന്ന ഒരു മനുഷ്യനാണ്. 10-20 വർഷങ്ങളായിട്ടുണ്ടാവും വിശ്വാസത്തിൽ വന്നിട്ട്. ആ സഹോദരൻ പിന്നീട് കുറച്ച് നാൾ ബ്രണാമിൻ്റെ വിശ്വാസത്തിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വരാൻ ദൈവം അനുവദിച്ച്. പിന്നെ ജീസസ് പെന്തക്കോസ്റ്റിനെയും അവിടെ കുറച്ച് നാൾ പോയി. അതിനുശേഷം വീണ്ടും പുള്ളി ഈ വിശ്വാസത്തിൽ തന്നെ ആയിരുന്നു. പക്ഷേ പിന്നീട് കഠിനമായ ഉപവാസം, 20 ദിവസം 21 ദിവസമൊക്കെ വെറുതെ ഉപവാസം എടുക്കും. ജോലിക്ക് പോകാതെ ഓരോ ജോലിയും കളഞ്ഞ് ഉപവാസം എടുക്കും. അതിനുശേഷം വീണ്ടും അടുത്ത ജോലിക്ക് പോകും. കുറച്ച് നാൾ അവിടെ ചെന്നിട്ട് പുള്ളി സുവിശേഷം പറയും. സുവിശേഷം പറയുന്നത് ആർക്കും സ്വീകാര്യമില്ലാത്ത രീതിയിലുള്ള ഒരു സുവിശേഷമാണ്. മടുപ്പ് തോന്നിക്കുന്ന. അതുകൊണ്ട് തന്നെ പലരും അവിടെ നിന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നാശത്തിലേക്ക് പോയിരിക്കുന്ന ആ മകന് ഒരു പുനർചിന്ത ഉണ്ടാകുവാനും യഥാസ്ഥാനത്തിലേക്ക് വരുത്തുവാനും ഞാൻ ജോയ് പാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ പാസ്റ്റർ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച പോയി. വളരെ പരിതാപകരമായൊരു അവസ്ഥയിലാണ് ആ സഹോദരൻ. ക്ഷീണിച്ച് അവശനായി. ഉപവാസം എന്ന് പറയാൻ പറ്റില്ല, പട്ടിണി കിടക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. യേശുവിൻ്റെ നാമത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രയോജനം എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവത്തെ അംഗീകരിക്കുന്നില്ല. യേശുവിൻ്റെ നാമം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആരെ വിളിച്ച് പ്രാർത്ഥിക്കും? യേശു എന്നുള്ള നാമമല്ല ശരിക്കുള്ള നാമം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വീണ്ടും സ്നാനപ്പെടണം. യേശു എന്നുള്ള നാമം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും എബ്രായ ലേഖനത്തിലും കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇനി ആരും കർത്താവിനെ അറിയുകയെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല അല്ലേ. അവർ ആബാലവൃതം എന്നെ അറിയും. ഈ യേശു എന്ന ഒരു കൊച്ചു കുഞ്ഞിനോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും യേശുവെ അപ്പച്ച എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഈ വായിക്കൊള്ളാത്ത പേര് അവർ പറയൂല അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തി തന്നേനെ. ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തി തരാത്തൊരു കാര്യം ചിലപ്പോൾ ശരിയായിരിക്കാം, ഹീബ്രുവിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ല. ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പേരിൽ ഒരു ഭാര്യ, അവർക്ക് യാതൊരു സഹായവും സ്വന്തം കുടുംബത്തിൽ നിന്നുമില്ല, ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നുമില്ല, അയൽപക്കമായിട്ടൊരു ബന്ധമില്ല. ഗേറ്റ് എപ്പോഴും താഴ്ത്ത് പൂട്ടിയിരിക്കും. ഒരു വയ്യാത്തൊരു മകനാണ് ഉള്ളത്. അവൻ സ്നാനപ്പെട്ടവനാണ്. പക്ഷെ അവൻ്റെ ഒരു കൈക്കും കാലിനും സ്വാധീനമില്ല. ഇങ്ങനെയുള്ള 3 ജന്മങ്ങൾ പരസ്പരം സംസാരിക്കാതെ യാതൊരു സമാധാനവും സന്തോഷവും ഇല്ലാതെ ഒരു വീട്ടിൽ കഴിയുന്നു. പേര് ക്രിസ്ത്യാനി എന്നാണ്. അപ്പോൾ സ്വന്തം വിവേകമില്ലായ്മയും അഹങ്കാരവും കൊണ്ട് സംഭവിച്ചതാണ്. കാരണം ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യം
അതിൽ നിലനിൽക്കാതെ ആ വഴിയിലൂടെ സഞ്ചരിക്കാതെ സ്വന്തം വഴിയിലൂടെ നടന്നതിൻ്റെ ഫലമായിട്ട് അനുഭവിക്കുന്നതാണ്. ഞങ്ങൾ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു അതെന്ത് ഞാൻ തീരുമാനിച്ചോളാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ യേശുവിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന ആരാ? പിശാച. അപ്പോൾ ആ നാമത്തെ നിഷേധിക്കുന്ന, കാരണം മനുഷ്യനോട് പാപം ചെയ്താൽ അവന് ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവത്തോട് പാപം ചെയ്താൽ ആരോട് അപേക്ഷിക്കും? ആരോടാ പ്രാർത്ഥിക്കുന്നത്? ആരാ പ്രാർത്ഥന കേൾക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ മിൽട്ടൺ സഹോദരൻ്റെ പേര് പലരും അറിയായിരിക്കും. നമ്മുടെ കോൾപ്പുഴ സഭയിലൊക്കെ വന്നിട്ടുള്ള സഹോദരന് ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഒരു അവസരവും കൂടി, കാരണം പല അവസരങ്ങൾ ആർക്കും ദൈവം കൊടുക്കാറില്ല. അതുകൊണ്ട് ആ സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ഓർക്കുക. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 4 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ പോകുന്നിടത്തേക്ക് ഉള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും പറഞ്ഞു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുത്തിലെത്തുന്നില്ല. ഇവിടെ യേശു പറയുന്നത് ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവിലേക്ക് ഒരാൾക്ക് എങ്ങനെയാണ് വരുന്നത്? യേശു മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ യേശുവിലേക്ക് വരുവാനുള്ള വഴി എന്താ? ആ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായം അതിൻ്റെ 44-ഉം 65-ഉം വാക്യം വായിക്കും. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. ഞാൻ 65. ഇത് ഹേതുവായിട്ട് ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അവൻ പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരാൾക്ക് വരണമെങ്കിൽ പിതാവ് ആകർഷിക്കണം, പിതാവ് കൃപ നൽകണം. അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ നമ്മൾ വന്ന് ആ യേശു എന്ന വഴിയിലൂടെ, യേശു പറഞ്ഞ് ഞാൻ തന്നെയാണ് വാതിൽ, ആ വാതിലൂടെ കടന്ന് വീണ്ടും പിതാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പോൾ ഈ വഴി വിട്ട് വേറെ വഴിയിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താൻ സാധിക്കുന്നില്ല, അല്ലേ? അവർ പല വഴികൾ, സ്വന്തം വഴി, സ്വന്തം വിചാരങ്ങൾ. യെശയ്യാപ്രവചൻ്റെ പുസ്തകം 65:2 സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു. കൈനീട്ടുന്നു എന്നല്ല, ഇടപെടാതെ കൈനീട്ടുന്നു. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനം. ദൈവം ഒരു വഴി കാണിച്ചു തന്നുണ്ട്. ആ വഴിയിലൂടെ നടക്കാതെ സ്വന്തം വഴിയിലൂടെ നടക്കുന്നവർ. എന്നാൽ കർത്താവ് ഞാൻ പറയുന്നു, എന്നിട്ട് ഈ വഴി ഇവർ കണ്ടുപിടിച്ച വഴിയിലൂടെ ഇതാണ് ദൈവത്തിൻ്റെ വഴിയെന്ന് അവർ പറയുന്നു, അല്ലേ? 55:8 വായിച്ച് ദൃശ്യാവന്. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യൻ നിരൂപിക്കുന്ന വഴികളും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മളൊരു വഴി കണ്ടുപിടിച്ചിട്ട് ഇതാണ് ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് മരണത്തിലേക്കുള്ള വഴിയായിരിക്കും, അല്ലേ? ചിലപ്പോൾ ഒരു വഴി ചൊവ്വായി തോന്നും, അത് മരണത്തിലേക്കുള്ള വഴിയാണ്, അല്ലേ? ദാവീദും ഒരിക്കൽ ഇങ്ങനെ തോന്നിയായിരുന്നു, ഈ വഴി കുഴപ്പമില്ല, സ്ഥിരമുള്ള വഴിയിൽ നിന്ന് മാറി ഒരിക്കൽ നടന്ന്. അപ്പോൾ നാഥാൻ വന്നൊരു കഥ പറയുന്ന പോലെ കാര്യം പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, യഹോവയുടെ നാമത്തിൽ ആണയിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്തവൻ ആരായാലും മരണയോഗ്യനാണ്, നീ തന്നെയാണ് ആ മനുഷ്യൻ. അപ്പോൾ ദാവീദ് മരണയോഗ്യനാണ്, അല്ലേ? പക്ഷേ മാനസാന്തരപ്പെട്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് നാഥാൻ നീ മരിക്കയില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു.
പിന്നെ ദൈവത്തോട് കരയാൻ തുടങ്ങി, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്, രക്ഷയുടെ സന്തോഷം തിരികെ തരണം. കാരണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫേസ്യ ലേഖനം 4:30 പറയുന്നു, അല്ലേ? ദുഃഖിച്ചാൽ എന്ത് സംഭവിക്കും? അതിന് 63:10 വായിച്ചു. യെശയ്യാവ്. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം നമുക്ക് ശത്രുവായി തീരും. കാരണം നമുക്ക് പഴയ നിയമകാലത്ത് ദൂതന്മാർ അവർക്ക് വഴികാട്ടിയിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു, അല്ലേ? സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തെയാണ് നമ്മൾ ശത്രുവാക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവം കാണിച്ചു തരുന്ന ആ വഴിയിലൂടെ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്നത്. 58 യെശയ്യാവ് തന്നെ 59:8. സമാധാനത്തിന്റെ വഴി അവർ അറിയില്ല, അവർക്ക് നടത്തുന്ന ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു, അവയിൽ നടക്കുന്ന ഓരോരുത്തരും സമാധാനം. സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് അവർ വളഞ്ഞ വഴികളെ ഉണ്ടാക്കിയിട്ട് അതിൽ നടക്കുന്നു, അതുകൊണ്ട് സമാധാനമില്ല. ദൈവം നേരായ വഴി, അല്ലേ? യേശു എന്ന ഒരു വഴി, ഒരു ജീവനുള്ള പുതുവഴി നമുക്ക് തുറന്നു തന്നു. ആ വഴിയിലൂടെ നടക്കാതെ വളഞ്ഞ വഴികൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഞങ്ങൾക്ക് സമാധാനമില്ല. ആരാണ് അതിന് ഉത്തരവാദി? നമ്മൾ തന്നെയാണ്, അല്ലേ? ഇരമ്യാവ് 6:16. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കുവിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ഞങ്ങളതിൽ നടക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവർ പറഞ്ഞു, ഞങ്ങളതിലേ നടക്കില്ല, ഞങ്ങൾക്ക് വളഞ്ഞ വഴി മതി, അല്ലേ? എന്നിട്ട് സമാധാനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ തന്നെ അതിൻ്റെ 30-ാം വാക്യത്തിൽ പറഞ്ഞ ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. അപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മളോട് യാത്ര ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരു വഴി ഉണ്ടാക്കുകയും വേണ്ട, അല്ലേ? മറ്റുള്ളവരുടെ വഴിയിൽ കൂടി നടക്കുകയും വേണ്ട. ശമൂവേൽ പ്രവാചകൻ 1 ശമൂവേൽ 12:21 വായിച്ചു. 12:23. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. വാക്ക് വായിച്ചോ. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യും. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളു. എന്നാൽ നിങ്ങൾ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചു പോകും. ഇപ്പോൾ പ്രവാചകൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തോട് ചെയ്യുന്നത് പാപമാണ്, അല്ലേ? ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ പറയുന്ന പ്രവാചകൻ സ്വന്തം വീട്ടിലത് ചെയ്യാതിരിക്കുമോ? സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമോ? അവരെ നേർവഴി കാണിക്കാതിരിക്കുമോ? പക്ഷേ അവരതിൽ നടന്നു. അതിൻ്റെ 8-ാം അധ്യായം വായിച്ച്. 1 ശമൂവേൽ 8-ാം അധ്യായം. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിന്റെ ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തെ അബിയാവ് എന്നും പേർ. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോകുന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. അപ്പോൾ മക്കൾ ആ വഴിക്ക് നടന്നില്ല. പ്രവാചകൻ ജനത്തിനെ ചൊവ്വുള്ളതും നല്ലതുമായ വഴിയിലൂടെ നടത്തി, അല്ലേ? പക്ഷേ അവരുടെ മക്കൾ നടന്നില്ല. അത് പ്രവാചകൻ്റെ കുറ്റമല്ലല്ലോ. ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്ന വഴി, നാശത്തിലേക്കുള്ള വഴി അവർ തിരഞ്ഞെടുക്കുന്നതാണ്. അതിന് ദൈവം നിയമിക്കുന്ന ആരും കുറ്റക്കാരല്ല. 1 പത്രോസ് 2:21.
അതിനായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. 2 പത്രോസ് 2:21. 21. ആ തങ്ങൾക്ക് ഏൽപ്പിച്ചിട്ട് വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും ഒളിച്ചിട്ട് ചെളിയിൽ ഇരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും സത്യമായ പഠിച്ചതുപോലെ അവർക്ക് സംഭവിച്ചു. തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴിയാണ് നമുക്ക് ദൈവം വെളിപ്പെടുത്തുന്നത്, അല്ലേ? ആ വഴി വിട്ട് കളഞ്ഞിട്ട് നമ്മളൊരു വഴി തിരഞ്ഞെടുക്കണേ, എന്നിട്ട് നമ്മൾ തന്നെ സ്വയം നാശത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഭവനങ്ങളിൽ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, എന്നും പ്രശ്നങ്ങൾ തന്നെ. കർത്താവ് കാണിച്ചെന്ന ഈ വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, നിങ്ങളെപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ സന്തോഷിപ്പിൻ, അല്ലേ? വചനം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ സമാധാനവും സന്തോഷവും ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? നീതിയുടെ വഴി അറിഞ്ഞിട്ട് അതിൽ നടക്കാതെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് പലർക്കും സമാധാനവും സന്തോഷവും ഇല്ല. നമുക്ക് ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് പോലെ, ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം, ഹബക്കൂക്ക് അതിൻ്റെ 17. വർഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലകൾ ആഹാരം വിളയുകയില്ല, ആട്ടിൻകൂടെ തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. എന്തൊക്കെ സംഭവിച്ചാലും അത്യവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ കാൽ പോലെയാക്കുന്നു, ഉന്നതിന്മേലിനെ നടക്കുമാറാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും, ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാകും. ഇതൊന്നും ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഒരിക്കലും ഒരു വിള്ളലുണ്ടാകുവാൻ ഇടയാകരുത്, അല്ലേ? കാരണം ദൈവം നമുക്ക് നല്ലതും തികവുള്ള ഒരു വഴി കാണിച്ചു തന്ന് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ വഴി എന്നുവരെയാണ് ദൈവം വഴി നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്? സംഗീതം 48:14 കൂടി ഒന്ന് വായിച്ചു. 48:14. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ കുറച്ച് കാലത്തേക്കല്ല, ജീവപര്യന്തം വഴി നടത്തും. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ജീവനുള്ള ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് ആ ദൈവത്തോട് രമ്യതപ്പെട്ട് നമ്മൾ നേരത്തെ കേട്ടതുപോലെ ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിച്ച് അപ്പോൾ ഭവനത്തിൽ ആ സന്തോഷവും സമാധാനവും നമുക്കുണ്ടാവും, അല്ലേ? അതുകൊണ്ട് കേട്ട വചനങ്ങളാൽ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ.